ഹായ് ഹലോ ഗായ്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടുത്തെ ആവാമെന്ന് അങ്ങനെ എടുത്തു തുടങ്ങിയതാണ്. രാവിലെ ഏകദേശം ഒരു 8 മണി 8:30 ആയി കേട്ടോ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് അടുക്കളയിൽ ഏകദേശം ചിട്ടവട്ടങ്ങളൊക്കെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നേരെ ഫ്രഷായി വന്നപാടെ ഞാൻ ചായ കുടിക്കുന്നുണ്ട്. ആ ഒരു സമയത്തിന് സ്നേഹ അവിടെ നിന്ന് ഇടിയപ്പമാണ് കേട്ടോ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഇതിനെ ഇടിയപ്പം എന്നാണ് പറയുന്നത്. മറ്റു നാടുകളിൽ ഇതിനെ നൂലപ്പം, നൂൽപുട്ട്, എന്താണ് പത്തിരി, അങ്ങനെയൊക്കെ പല പേരുകളിലൊക്കെ അറിയപ്പെടാറുണ്ട്. നമ്മുടെ ഇവിടെ പക്ഷേ ഇടിയപ്പം എന്നാണ് കേട്ടോ ഇതിനെ അറിയപ്പെടുന്നത്. അങ്ങനെ ഏകദേശം നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഈ ഒരു അരിപ്പൊടി കുഴച്ചെടുക്കുന്നത്. സ്നേഹയുടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് അത്. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് പറ്റാത്തൊരു ഐറ്റത്തിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു ഇടിയപ്പം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ എങ്ങനെയൊക്കെ കുഴച്ചാലും ഒന്നെങ്കിൽ വെള്ളം കൂടിപ്പോ അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു. അവളത് ചെയ്യുന്ന ഒരു സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. നിങ്ങളൊന്ന് നോക്കിക്കുക, നമ്മുടെ കിച്ചണിൽ എങ്ങോട്ട് നോക്കിയാലും കുറേ പാത്രങ്ങളും സ്പൂണും അതും ഇതുമൊക്കെ ഇങ്ങനെ തൂക്കി അവിടെ എവിടെയൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ കുന്നുകൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തടിയുടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മിക്ക ദിവസങ്ങളിലും ഇഷ്ടംപോലെ പണിക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ചോറ് കൊണ്ടുപോകാനും കാപ്പി കൊണ്ടുപോകാനും അതിനും ഇതിനുമൊക്കെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കളത്തിൽ ഇറക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് ഇത്രത്തോളം പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത്. എന്നും അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം ഡെയിലി നമുക്ക് മിനിമം ഒരു 5 പേരെങ്കിലും പണിക്കാനുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ വാരിയിട്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് കഴുകി വെക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് സ്നേഹ അവിടെ ഇടിയപ്പത്തിൻ്റെ പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. ഞാനപ്പോൾ വിചാരിച്ചു ഇടിയപ്പത്തിനെന്നാ മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മുട്ടക്കറി വെക്കേണ്ടി വന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചിക്കൻ കറിയുടെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. തലേന്ന് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ ബാലൻസ് കുറച്ച് ചിക്കൻ കറിയുടെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇന്ന് മുട്ടക്കറിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ മുട്ടയൊക്കെ എടുത്ത് കുക്കറിലേക്ക് വെച്ചതാണ് കേട്ടോ കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ ചിക്കൻ കറി ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ഇന്ന് അങ്ങനെ പോകട്ടെ എന്ന് കരുതിയിട്ട് കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അച്ചിലേക്ക് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പാകം നമുക്ക് കിട്ടാതെ അച്ചിൽ നിന്നും ഇങ്ങനെ ഒന്നെങ്കിൽ വിട്ട് ചീറ്റി പോയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അത് അനങ്ങാതെ അവിടെ തന്നെ നിന്നിരിക്കും കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു പാകത്തിന് നമ്മൾ അതിനെ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കിതിനെ ഇങ്ങനെ പീച്ചിയെടുക്കാൻ പറ്റുന്ന രീതിയിലാവും കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ അപ്പൂസ് ഉണർന്ന് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ കുഞ്ഞുങ്ങളല്ലേ, കുറച്ച് നിർബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അടുത്ത് വന്നിട്ട് കുറേ കിണങ്ങലും കാര്യങ്ങളൊക്കെ ആയി എന്നെ ഒന്ന് എടുക്കൂ എന്നുള്ളതാണ്. അത് എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ്, ചെറുമക്കൾ എല്ലാവരും അങ്ങനെ തന്നെയാണേ. ഇവിടെ ഇപ്പോൾ കിച്ചൂസ് ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറേ നേരം അവൻ്റെ കൂടെ ഇരുന്നെങ്കിൽ മാത്രമേ അവൻ കട്ടിലേന്ന് എഴുന്നേറ്റ് വരാറുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ നമ്മുടെ നൂൽപുട്ടൊക്കെ ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ആ ഒരു സമയത്ത് അതിൻ്റെ ആ ഒരു അച്ചിൽ വെള്ളത്തിൻ്റെ നനവൊക്കെ ഉണ്ടായിരുന്നത് കാരണം കയ്യിൽ നിന്നിങ്ങനെ തെറ്റിമാറി പോകുന്നതുകൊണ്ട് അവർക്കതിങ്ങനെ റെഡിയാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ടാസ്ക് ഞാൻ ഏറ്റെടുക്കാമെന്ന്. പക്ഷേ എനിക്ക് അത്ര വലിയ ഭാരമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഈസി ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നതായിട്ട് തോന്നി. പക്ഷേ നമ്മൾ ചെയ്തു വന്നപ്പോഴത്തേക്ക് കുറച്ച് ഓവറായോ എന്നൊരു സംശയം. കാരണം അതിൻ്റെ മേളിലോട്ടുണ്ടായിരുന്ന അച്ച് നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാൻഡ് നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ അതിനെ ഇങ്ങനെ പീച്ചിക്കൊണ്ടേ ഇരുന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ സ്മൂത്തായിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ നിന്നങ്ങ് ചെയ്തുകൊണ്ടേ ഇരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ നിറഞ്ഞ ആ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ തട്ട് വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അടിത്തട്ടിലുള്ളതിനകത്ത് അത് തട്ടുമായിരുന്നല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അടുപ്പിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ ചോറും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളും ഒക്കെ നമ്മൾ അടുപ്പിൽ തന്നെയാണ് ചെയ്തെടുക്കാറ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അടുപ്പിൽ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പൊടിയുടെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനത് തൽക്കാലത്തേക്ക് വിട പറഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു.
പക്ഷേ രാവിലെ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി കാരണം ഒന്ന് ചെയ്തതാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു പണിയും കിട്ടി കേട്ടോ. കാരണം വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു. എന്നാലും ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആ ഒരു അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് ആ ഒരു തീയുടെയൊക്കെ ആ ഒരു ഇതൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞാനാണ് കേട്ടോ രാവിലെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ തിളപ്പിച്ച് മാറ്റിയിട്ട് നമ്മൾ ചോറിനുള്ള ആ വെള്ളമൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് വെള്ളമൊക്കെ വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളം തിളപ്പിച്ചതുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കൂടെയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള കലമൊക്കെ വെച്ചു. ഈ ഒരു കലം കണ്ട് നിങ്ങളാരും ഞെട്ടണ്ട. ഇവിടെ ഇപ്പോൾ ജനസംഖ്യ കൂടുതലുണ്ടായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒരു വലിയൊരു കലം വെച്ചിരിക്കുന്നത്. എന്നാലും ഇവിടെ ചോറ് തികയത്തുള്ളൂ. കാരണം എല്ലാവരും കഴിക്കാറായവരല്ലേ. അപ്പോഴത്തേക്ക് ഇതേ നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിനുണ്ടായിരുന്നുള്ള ആ ഒരു തേങ്ങയുടെ ചെയ്തുകൊണ്ടിരുന്ന തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി തേങ്ങ ഒന്ന് തിരുവി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ തേങ്ങയൊക്കെ ഒന്ന് തിരികെ എടുക്കുന്നുണ്ട്. നമുക്ക് 2 അടുക്കളയാണുള്ളത്. ആ രണ്ടാമത്തെ അടുക്കളയിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഒരു ചിരവ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ ആ ഒരു നമ്മുടെ ഇടിയപ്പമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഫസ്റ്റ് റൗണ്ട് ആയിട്ടുണ്ട്. നല്ല ആവിയൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു അരി ഇവിടെ നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലല്ല, നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്തുകൊണ്ട് വന്ന അരിയാണ്. അല്ലാതെ നമ്മൾ ഇതിനായിട്ട് വാങ്ങിച്ചിട്ടുള്ള പൊടിയരി ആയിരുന്നില്ല, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതായിരുന്നു. അങ്ങനെ ഏകദേശമൊക്കെ നമുക്ക് ആവിയൊക്കെ പറഞ്ഞ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളത് കാസ്ട്രോളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ രണ്ട് ട്രെയിലേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, മൂന്നാമത്തെ ട്രെയിൽ വെക്കാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നു. ഏകദേശമൊക്കെ അളകൊളയൊക്കെ ആയിരിപ്പുണ്ട്. അങ്ങനെ ആദ്യത്തെ റെഡിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കുന്നതും കൂടെ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും പാത്രത്തിലെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഓരോ സൈഡിലൂടെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇതിനിടയ്ക്കൂടെ മമ്മിയുടെ വക കോഷ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ അപ്പൂസിനും കൊടുത്തു, കിച്ചൂസിനും കൊടുത്തു, മമ്മി എടുത്ത് കഴിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനും കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ പറയുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ ഒരു ഇടിയപ്പം എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും എനിക്കിത് ഉണ്ടാക്കാനും അറിയാത്തത്. കാരണം ഭയങ്കര പാടാണ്. ഞാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഒരു രീതിയിലും റെഡി ആവാത്തൊരു കാര്യമാണിത് കേട്ടോ. അപ്പോൾ രാവിലെ ഏകദേശം എനിക്ക് തോന്നി ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് 9:30 10 മണിക്കൊക്കെ എന്തായാലും ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഫുഡൊക്കെ കഴിച്ച് സൊറയൊക്കെ പറഞ്ഞ് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്കിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കുറേയൊക്കെ ചെയ്യാതെ പോയിട്ടുമുണ്ട്. കുറേയൊക്കെ പറ്റുന്നിടത്തോളമൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നമ്മളിതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് ഈ ഒരു സമയം കൊണ്ട് നമ്മൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ ആയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ നമുക്ക് ബീഫ് കറിയും കുറച്ച് ചിക്കൻ്റെ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് കറികളൊന്നും വെക്കേണ്ടതില്ല. പിന്നെ അമരയ്ക്ക തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ രസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ ഇതിനകത്തായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ആ സമയത്തൊക്കെ ഞാൻ കുറേ ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തായിരുന്നു. പിന്നെ ഇവന്മാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ എത്ര വൃത്തിയാക്കിയിട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എല്ലാം വലിച്ചു വാരിയാണ്. തലേന്ന് രാത്രി മുതലേ ഉള്ള ഗുസ്തികളാണ് കേട്ടോ ഈ ഒരു വീട് നിറച്ചുള്ളത്. അവിടെ ഇവിടെ എല്ലായിട്ട് ടോയ്സും കാര്യങ്ങളും എല്ലാം ഫുള്ള് വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. ഷോക്കേഴ്സിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം പുറത്തെടുത്ത് വലിച്ചിട്ടേക്കും. അങ്ങനെ ആ ഒരു ടെടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വലിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കിക്കൊണ്ട് വന്ന് എല്ലാം ഒരു പറ്റുന്നിടത്തോളമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സെറ്റിയിൽ നമ്മുടെ ആ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഇടുന്നുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. നേരത്തെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എല്ലാം ഇപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്നേഹയും ചിപ്പിയും കൂടാണ് കേട്ടോ പോകുന്നത്. ചിപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിയുടെ ആങ്ങളയുടെ മോളാണ്. അപ്പോൾ അവർക്ക് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കൂടി അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊട്ടാരക്കരയിലാണ് പോയത്. അങ്ങനെ നമ്മൾ അവിടെ ഒരു കടയിൽ ചെന്നപ്പോൾ ഇതേ നമ്മുടെ 2 കപ്പിൾസുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി നിന്ന് കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് ഷോ ഓഫ് ഒക്കെ നടത്തി ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവിടെയൊക്കെ നിന്ന് ഞാൻ വെച്ചിട്ട് 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ അവിടെ നമ്മൾ കയറിയപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. സോ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടെയാണ് വന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ 3 പേരും കൂടെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനെ കൊണ്ട് കയറി. ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് അറിയാതെ ചിപ്പി പോസ്റ്റ് ചെയ്യുകയാണ്, ഫോട്ടോയാണെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ചമ്മിപ്പോയി. ഞാൻ വീഡിയോ ആണ് എടുത്തത്. പിന്നെയാണ് അതറിഞ്ഞത്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഫായിരുന്നു കേട്ടോ.
ബീഫ് കുഴിമന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നിങ്ങളോട് ഞാനൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബീഫിൻ്റെ കുഴിമന്തി കഴിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ബീഫ് നല്ല അലർജി ഉണ്ടാക്കുന്ന ഒരു സാധനമായതുകൊണ്ട് ഞാൻ മിക്ക സ്ഥലങ്ങളിൽ ഇത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ വിചാരിച്ചു ഇവിടുത്തെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ബീഫ് കുഴിമന്തി ആയതുകൊണ്ട് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ. പക്ഷേ കഴിക്കാതെ വന്നിരുന്നെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയിപ്പോയനെ, കാരണം അത്രയ്ക്ക് നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു ഫുഡ് ഈ ഒരു ഒരെണ്ണം ഫുള്ള് വാങ്ങിച്ചേട്ടോ. പക്ഷെ ഞങ്ങൾ എത്ര കൂട്ടിയിട്ട് ഇത് കൂടുന്നുണ്ടായിരുന്നില്ല. ഒരുവിധം എല്ലാം ഇങ്ങനെ കഴിച്ചു വന്ന് ഒരുപാട് അധികം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കളഞ്ഞതൊന്നുമില്ല കേട്ടോ, നമ്മൾ പാഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മയോണൈസ് ഒഴിച്ച് കഴിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. പക്ഷേ എന്നാലും ബീഫ് ഓക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ എന്നാലും എനിക്കിഷ്ടം ചിക്കൻ്റെ ആണ് കേട്ടോ. ചിക്കൻ്റെ ഐറ്റംസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇതുവരെ ഞാനിത് കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളിത് വാങ്ങിച്ചത്. അങ്ങനെ നമ്മളത് കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേ എല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. അങ്ങനെ നെയ്യോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു കുഴിമന്തി ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഫുഡായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല തിരക്കുള്ളൊരു കട തന്നെയാണ് കേട്ടോ. നമ്മുടെ കൊട്ടാരക്കര സൈഡിലുള്ളത് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമുക്ക് തുണിയൊക്കെ വേറൊരു കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാനും സ്നേഹയും തിരിച്ചു പോയിരുന്നു. അവൾ ചിപ്പി തിരിച്ച് ജോലിക്കും തിരിച്ച് കയറി. അവൾ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ, കൊട്ടാരക്കരയിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവൾ അവളുടെ വഴിക്കും പോയി, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും തിരിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല മഴക്കോളുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം പണി കിട്ടിയതുപോലെ ഇത്തവണയും നമുക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും സൈഡായിരിക്കുകയാണ്. ചെറുതായിട്ട് തുടങ്ങിയൊരു മഴ. ഞങ്ങൾ എന്നാലും അത്യാവശ്യം കുറേ നനഞ്ഞിന്ന് കേട്ടോ. കുറേ നല്ല രീതിയിൽ ഇന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വീട്ടിൽ ഷൈനി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ മഴ നനഞ്ഞുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിൽ പോരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങളൊരു കടയിൽ കയറി നിന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വണ്ടി എടുത്ത് നല്ല നനഞ്ഞുകൊണ്ട് തന്നെ തിരിച്ചു പോരുന്നേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രാഗൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഡ്രാഗണൊക്കെ ഒന്ന് നടാന്ന് വെച്ചിട്ട് മണ്ണൊക്കെ ഇട്ടു. മണ്ണിനകത്ത് ചാമ്പൽ, ചാണകം, ആട്ടും പുഴുക്ക എല്ലാം കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ 3 ചാക്കിലാക്കിയിട്ട് 3ആയിട്ടാണ് കേട്ടോ ഇതിനെ 3ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ നട്ടെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ രാത്രിയിലാണ് കേട്ടോ നട്ടത്. പറ്റുന്ന രീതിയിലൊക്കെ നമ്മളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഇതിനകത്ത് കരിയിലോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഇത്രയും മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. അങ്ങനെ ക്രോസ് ചെയ്തൊക്കെ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് അതിനെയൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ നട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് 3 ചാക്കിലായിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചാക്കിൻ്റെ 3/4 ഭാഗത്തോളം മണ്ണെടുത്തിട്ടിട്ട് അങ്ങനെയാണ് ചെയ്തത്. കാരണം ഇതിന് നമ്മൾ മാറ്റി നടാനോ എടുക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു രീതിയിലാണ് നമ്മളിതിനെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെ ആയിരുന്നു. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താതെയൊക്കെ പോയിട്ടുണ്ട്, എനിക്ക് എടുക്കാൻ പറ്റാതെയൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ഇനിയും മുമ്പോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.